ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മളൊരു പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ പറ്റിയല്ല പറയാൻ പോകുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും. അതായത് നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ പാക്ക് ചെയ്ത് അയക്കുന്ന വിധമൊക്കെയുള്ള വീഡിയോ അതിന് മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മളതിൽ അതിൻ്റെ സൈസൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കൂടാതെ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പം ഞാൻ ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇപ്പം നമ്മുടെ അടുത്ത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ജെറിബറ പ്ലാന്റ് ആണ്. ജെറിബറ പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ജെറിബറ പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ? ഈ ഒരു പോട്ടിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. ഫ്ലവറിങ് ആയ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇവിടുന്ന് അയക്കാം, ജെറിബറ പ്ലാന്റ്സിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ഒത്തിരി പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസ് ഉണ്ടാവും. പോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പോട്ട് തന്നെയാണ്. നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു സൈസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജെറിബറ പ്ലാന്റിൻ്റെ സൈസ്. ഇനി അടുത്തായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോയും ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 4-5 കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പെറ്റൂണിയ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്, ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണ്. ഇതാണ് പോട്ടിൻ്റെ സൈസ്. അപ്പോൾ ഇത്രയും വലിയ പോട്ടിലായിരിക്കും വരിക. ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കെയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഇനി കാണിക്കാൻ പോകുന്നത് കലഞ്ചോയ് പ്ലാന്റ് ആണ്. കലഞ്ചോയ് പ്ലാന്റ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ്, കണ്ടില്ലേ? ഇത്രയും വലിയ പോട്ടിലാണ് നമ്മൾ അയക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും പ്രൈസ് അറിയാൻ പറ്റും. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കലഞ്ചോയ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടല്ലേ. ഇതൊരു പിങ്ക് കളറാണ്. ഇത് ഒത്തിരി മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ അയക്കുന്ന പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഇത് തന്നെയാണ്. മൊട്ടുകളോട് കൂടി തന്നെയാണ് പ്ലാന്റ് അയക്കുക. അപ്പം ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ബാക്കി ഞാൻ കാണിക്കാൻ പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ഇൻഡോർ ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ പ്ലാന്റ്സ് കാണിക്കുന്നതിനോടൊപ്പം അതിൻ്റെ പോട്ട് മിക്സ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇത് കവറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓർക്കിഡ്, അതുപോലെ ഗാർലിക് വൈൻ, ബ്രൈഡൽ പ്ലാന്റ്, ഒട്ടുമുല്ല, കാറ്റ്സ് ക്ലോ, ഇങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇത് ഒട്ടുമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഒട്ടുമുല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മുല്ലയാണെന്ന് വിചാരിക്കരുത്, ഇത് മുല്ലയല്ല ശരിക്കും. ഇത് പൊട്ടിപ്പൂ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഒരു ഓറഞ്ച് കളർ ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് ആണ്. അപ്പം നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ക്ലൈംബ് ചെയ്യുന്ന പ്ലാന്റ്സിൽ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം നമുക്ക് പന്തലൊക്കെ ആയിട്ട് പടർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടുമുല്ല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരിക. ഇത് കാറ്റ്സ് ക്ലോ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ട് നല്ല മഞ്ഞ പൂക്കൾ നിറച്ചും ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് കാറ്റ്സ് ക്ലോവിൻ്റെ സൈസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് നല്ല മുളകൊക്കെ വന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. കവറിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതും നല്ലൊരു വയലറ്റ് വൈറ്റ് കളറൊക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ക്ലൈംബ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് വള്ളിയായിട്ടൊക്കെ പടർത്തി ഇടാൻ സാധിക്കുന്നൊരു നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രൈഡൽ പ്ലാന്റ് ആണ്. ബ്രൈഡൽ പ്ലാന്റും ബ്രൈഡൽ ബോങ്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്.
ഇത് നല്ല വൈറ്റ് പൂക്കൾ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറച്ചുണ്ടാവുന്ന പ്ലാന്റാണ്. ഇതും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പടർത്തിയൊക്കെ വിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, കവറിൽ വരുന്ന പ്ലാന്റൊക്കെ ഈ ഒരു സൈസാണ്, കണ്ടില്ലേ? ഈ ഒരു സൈസിലാണ് വരിക. അപ്പോൾ ഇത് നമ്മുടെ വെറ്റിലയാണ്. വെറ്റില എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വെറ്റിലയല്ല, നാടൻ വെറ്റിലക്കൊടിയാണ്. അപ്പോൾ ഇത് വളരെ റയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് ഇത് കവറിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇത് വയലറ്റ് കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ വയലറ്റ് കളറിൻ്റെ തൈകളാണുള്ളത്. ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ അയക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ ഓരോന്നും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ജിഫിയിൽ കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ജിഫിയിലാണെന്ന് വെച്ചിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതാവുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടിങ് പേരുകളാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഏകദേശം എല്ലാ നഴ്സറികളിലും തന്നെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അടുത്തതായിട്ടുള്ളത് അലോക്കേഷ്യയുടെ വെൽവെറ്റ് വെറൈറ്റിയാണ്. അലോക്കേഷ്യ വെൽവെറ്റ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുന്നൊരു പ്ലാന്റ് ആണ്. അലോക്കേഷ്യയുടെ തന്നെ വേറെ എലഫൻറ്റ് ട്രങ്ക് അങ്ങനെയുള്ള മോഡൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അടുത്തതായിട്ടുള്ള അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു പിങ്ക് വെറൈറ്റിയാണ്. പിങ്കും ഗ്രീനും വൈറ്റൊക്കെ കോമ്പിനേഷൻ വരുന്ന ലീവ്സാണ്. അപ്പോൾ ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ടുള്ള നമ്മുടെ പ്ലാന്റ് പീക്കോക്ക് കലാത്തിയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ലീവ്സാണ് ഇതിൻ്റെത്. അപ്പോൾ ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ പോട്ട് തന്നെയായിരിക്കും ഉള്ളത്. ഈ ഒരു സൈസിൽ അത്യാവശ്യം നല്ല ലീവ്സൊക്കെ വന്ന പ്ലാന്റ് ആണ്. ഇത് പീക്കോക്ക്, ഇത് മരാന്തയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ലീവ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് വലിയൊരു പോട്ടിലുണ്ടായിരുന്നു, പക്ഷെ അത് നശിച്ചു പോയി. അതിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു ചെറിയ പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇനി ജിഫിയിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് കേട്ടോ. റബ്ബർ പ്ലാന്റ് നല്ല വലുതാവുന്നൊരു പ്ലാന്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം വലുതാവുന്നതാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. സിങ്കോണിയം ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നല്ലൊരു പിങ്ക് കളറ് ലീവ്സാണ് ഇതിനുള്ളത്. ഇതൊക്കെ ഫിലോഡൻഡ്രത്തിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഈ ഫിലോഡൻഡ്രം യെല്ലോ ഗ്രീന് ഒക്കെ ഫിലോഡൻഡ്രത്തിൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ജിഫിയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നിയെന്ന് വരില്ല, പക്ഷേ നമുക്ക് പോട്ടിലൊക്കെ ആക്കി നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ലീവ്സിനൊക്കെ വ്യത്യാസം വരും, നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഫിലോഡൻഡ്രം വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇതെല്ലാം നടാനായിട്ട് ഞാനിവിടെ ഒത്തിരി ചട്ടികൾ എടുത്തിട്ടുണ്ട്. എല്ലാം ബ്ലാക്ക് ചട്ടികളാണ്. പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ചട്ടികൾ ഒരു 3-4 കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലൊക്കെ ഞാൻ പോട്ടൊക്കെ എടുത്തത് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് നോക്കി എടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, പെർലൈറ്റ്, ഇത്രയും കൂടി ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പോട്ടി മിക്സ് ആണ്. അപ്പം ഇത് തന്നെ നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഈ ഒരു കോമൺ ആയിട്ടുള്ള പോട്ടി മിക്സിനാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പരിചയപ്പെടുത്താത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതോ ഒരു പ്ലാന്റ് പോലെ തോന്നുന്നുണ്ടാവും. നമ്മുടെ തേക്കിൻ്റെയൊക്കെ ആ ഒരു ഇലയുടെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷേ തേക്കല്ല ഇത്. ആക്ച്വലി ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. വളരെ ഭംഗിയുള്ളൊരു ലീഫ് വെറൈറ്റി ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടികളാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഞാനിവിടെ കരിയില അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കരിയില എപ്പോഴും ഞാൻ ഇടാറുണ്ട്, കാരണം നമുക്ക് പൊട്ടാസ്യമൊക്കെ ഒത്തിരി നമ്മുടെ ചെടികൾക്ക് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ കരിയില നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പോട്ടി മിക്സിന് അടിയിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് പോട്ടി മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ചട്ടികൾ. ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഡിസൈനുള്ള പോട്ട്സ് ആണ്. അപ്പോൾ ഇതിലും ഞാൻ സെയിം മെത്തേഡ് തന്നെയാണ്, സെയിം പോട്ട് മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും അടിയിൽ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പോട്ട് മിക്സ് പെർലൈറ്റ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പെർലൈറ്റ് നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ലെവലൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു പോട്ട് മിക്സിൽ നല്ല ഇടാൻ പറ്റിയൊരു സാധനമാണ്. പെർലൈറ്റ് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ചട്ടികളെല്ലാം ഏകദേശം നിറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള ചട്ടികൾ ഞാൻ പകുതി വരെ മാത്രം നിറച്ച് വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ പിന്നെയും മണ്ണെടുക്കേണ്ടി വരും. അപ്പം ചെടി വെച്ചതിന് ശേഷം ബാക്കി പോട്ട് മിക്സ് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നടേണ്ടതാണ് ഞാനിവിടെ നിറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് നടാം. ഇപ്പം നമ്മുടെ ഫിലോഡൻഡ്രത്തിൻ്റെ വെറൈറ്റിയാണ്. എപ്പോഴും നമ്മൾ ജിഫിയിലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ജിഫി കീറി കളയണോ എന്നുള്ളത്. ജിഫി കീറി കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നമുക്കൊരു പകുതി വരെ കീറി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജിഫി കീറാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരുകളൊക്കെ പുറത്തേക്ക് വരുമെങ്കിലും കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കളഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മുഴുവനായിട്ട് കീറി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേരുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. ഇപ്പം വേരുകളൊന്നും ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് നമുക്ക് പകുതി വരെ കീറി കളഞ്ഞിട്ട് ജിഫി ഇങ്ങനെ മണ്ണിലോട്ട് ഇറക്കി വെക്കാവുന്നതാണ്. മുഴുവനായിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ വേരുകൾ പൊട്ടിപ്പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഇൻഡോർ പ്ലാന്റ്സ് ആണ് മെയിനായിട്ട്. അപ്പം നമുക്ക് ഇത് ഷെയ്ഡിൽ അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. ബേൺ ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സിറ്റ് ഔട്ടിൽ വളരെ കുറച്ച് അളവിൽ മാത്രം ഷെയ്ഡൊക്കെ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്കിത് വെക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അലോക്കേഷ്യ വെൽവെറ്റ് പ്ലാന്റ് ആണ്. ഇതും നമ്മൾ പകുതി ചട്ടി നിറച്ചതിന് ചട്ടിയിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെല്ലെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു പോട്ടിംഗ് മിക്സിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ്. അഗ്ലോണിമൊക്കെ നമ്മൾ പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഒത്തിരി വേറെ ചെടികൾ നമുക്ക് അതിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി തൈകൾ അതിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റ്സും ഇൻഡോർ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നമുക്ക് നടാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും നനയ്ക്കുമ്പോഴും ഒക്കെ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും ചെടിയൊക്കെ നനയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിഡിലി ഫിഗൊക്കെ നമുക്ക് അകത്ത് വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റാണ്. നല്ലൊരു ഗ്രീനറി നമുക്ക് കിട്ടും ഈ ഒരു പ്ലാന്റൊക്കെ നമുക്ക് അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് റിപ്പോർട്ട്. അപ്പം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം നമ്മൾ ഇതൊരു ബ്ലാക്ക് പോട്ടിലേക്കാണ് നട്ടിട്ടുള്ളത്, നമ്മുടെ ജിഫിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വൈറ്റ് പോട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പം നമ്മൾ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിങ്കോണി നമ്മൾ കുറച്ച് വലുതായൊരു പ്ലാന്റ് ആയിരുന്നു, അത് നമ്മളൊന്ന് ജസ്റ്റ് റീപോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നന്നായി നട്ട് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയുള്ള നനവ് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പോട്ടിൻ്റെ നനവ് നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി. എപ്പോഴും നമ്മുടെ ഇൻഡോർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം അങ്ങോട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം നനച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസത്തിന് കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ. വളങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രോത്തിനൊക്കെ ലീവ്സൊക്കെ നന്നായിട്ട് വരാൻ NPK ഒക്കെ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ NPK ഒക്കെ പ്രയോഗിക്കേണ്ട വിധങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ്സ് നന്നായിട്ട് നനച്ചു കൊടുക്കണം. പിന്നീടുള്ള നനവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നനവ് നോക്കിയിട്ട് മാത്രം നനയ്ക്കാവുള്ളൂ. കാരണം നമുക്ക് ഇതിൽ തന്നെ ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ തന്നെ. അപ്പം ഈ അലോക്കേഷ്യയൊക്കെ നമുക്ക് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ അധികം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നനയ്ക്കുമ്പോഴും വളർത്തുമ്പോൾ ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.